കണ്ണൂർ വിഷൻ്റെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം മാവേലിയോടൊപ്പം എന്ന ഷോ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് തേജസ് പയ്യന്നൂരിലാണ്. കഴിഞ്ഞ യാത്ര തലശ്ശേരിയിൽ വെച്ചിട്ട് ഗ്രാൻഡ് തേജസിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടുത്തെ ഒരു ലോകം കണ്ടായിരുന്നല്ലോ, സ്വർഗ്ഗലോകം കണ്ടായിരുന്നല്ലോ, അടിപൊളിയായിരുന്നില്ലേ? ഒരു പ്രത്യേകത ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരും ഓടിച്ചാടി നടന്നിട്ടാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളിലും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഗ്രാൻഡ് തേജസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവരും വളരെ എന്താ പറയുക ഒരു ചുറുചുറുക്കോടെ ഓടിച്ചാടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്പെഷ്യലി ഐറ്റം എല്ലാവരും എല്ലാ കൗണ്ടറും നോക്കുകയാണ് അവിടെ അല്ലേ? ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് തേജസ് പയ്യന്നൂരിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇനി കുറച്ച് സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മാവേലിയോടൊപ്പം ആരംഭിക്കാം. ശരി, അപ്പോൾ ഗ്രാൻഡ് തേജസ് പയ്യന്നൂരിലെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് മാവേലിയോടൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ വാ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാൻഡ് തേജസ് തലശ്ശേരിയിൽ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഒരു വലിയൊരു ലോകമായിരുന്നു നമ്മൾ കണ്ടത് ഗ്രാൻഡ് തേജസ് തലശ്ശേരിയിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് തേജസ് പയ്യന്നൂരിലാണ് എത്തിയിരിക്കുന്നത്. സുഖമായിരിക്കുന്നോ? ഹാപ്പിയാണ്? അപ്പോൾ എന്തായാലും വലിയൊരു സുന്ദരമായിട്ടുള്ളൊരു ലോകം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്ത്ര സങ്കല്പങ്ങൾക്കൊക്കെ ഒരു പുതിയ ഒരു രൂപം മാറ്റി കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ് ഗ്രാൻഡ് തേജസ് പയ്യന്നൂർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സുഖമായിരിക്കുന്നോ? സുഖം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് തേജസ് പയ്യന്നൂരിലാണ്. ഇവിടുത്തെ വിശേഷം നമുക്കറിയാം, ഓണം അടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മലയാളികളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എപ്പോഴും പുതിയ വസ്ത്രങ്ങളാണ്. ഓണത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പുതിയ വസ്ത്രങ്ങളാണ്. അതുപോലെ തന്നെയാണ് സദ്യ എന്ന് പറയുന്നത്, പായസത്തോടൊപ്പമുള്ള സദ്യ. അപ്പോൾ ശരിക്കും ഇപ്രാവശ്യം ശരിക്കും ഈ ഒരു ഓണക്കാലഘട്ടം 2023 ഈ ഒരു സുന്ദരമായിട്ടുള്ള ഓണക്കാലഘട്ടം ആഘോഷിക്കാൻ വേണ്ടി നാടും നഗരമൊക്കെ ഒരു ആഘോഷ തിമിർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് തേജസിൽ എത്തിയിരിക്കുന്നത്, പയ്യന്നൂർ ഗ്രാൻഡ് തേജസിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് മാവേലിയോടൊപ്പം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് തേജസ് പയ്യന്നൂരിലാണ്. ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം, അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. കാലഘട്ടം മാറുന്നതനുസരിച്ച് നമുക്ക് ഈ കോസ്റ്റ്യൂമിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നു അല്ലേ? പക്ഷേ മാവേലിൻ്റെ കോസ്റ്റ്യൂംസിന് ഗ്രാൻഡ് തേജസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാവേലി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ മാവേലി എല്ലാതായി പോകും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. കുറച്ച് സമയം നമുക്കിതിൻ്റെ ഒരു ഓണ കാലഘട്ടത്തിലെ വിശേഷങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വസ്ത്രവ്യാപാര മേഖലയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗ്രാൻഡ് തേജസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്, മാവേലിയോടൊപ്പം എന്ന് പറയുന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തലശ്ശേരി ഗ്രാൻഡ് തേജസിൽ പോയപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് അങ്ങനെയായിരുന്നു, ഇവിടുന്ന് കിട്ടാത്തതൊന്നും മറ്റെവിടെ പോയി കഴിഞ്ഞാലും കിട്ടില്ല. കാരണം എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്നുള്ളത് ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്ന ഒരു നാമധേയത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത്രയധികം ഗ്രാൻഡ് തേജസ് ഒരു പോപ്പുലർ ആവാനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത്രയും ആൾക്കാർ സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ കസ്റ്റമറുടെ സർവീസ്, പിന്നെല്ലാം നേരിട്ടുള്ള പർച്ചേസാണ്. മാർക്കറ്റിൽ എന്താ പുതിയ ട്രെൻഡ് അന്നേരം നമ്മളിവിടെ എത്തും. ഈവൻ ബാംഗ്ലൂർ, ബോംബെ ആയാലും കാണുന്ന അതേ പാറ്റേൺ കസ്റ്റമേഴ്സിന് ഇവിടെ കിട്ടും. ഈ ഒരു ഫാഷൻ സങ്കല്പത്തിൽ നമ്മുടെ പയ്യന്നൂർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തലശ്ശേരി ഭയങ്കര സ്പീഡാണ്. കാരണം ഒരു ഫാഷൻ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിനി ബാംഗ്ലൂർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് തലശ്ശേരി. പയ്യന്നൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, ഇത് ചരിത്രത്തിലൊരു സ്ഥലമാണെങ്കിലും ഫാഷൻ സങ്കല്പത്തിൽ ഈ ഒരു പയ്യന്നൂർ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നുണ്ട്? ഏറ്റവും നന്നായിരിക്കണം വെച്ചാൽ ഇവിടെയുള്ള അധികം ബിസിനസ്സുകാരും ബാംഗ്ലൂർക്കാരാണ്, അതുപോലെ മാംഗ്ലൂരുണ്ട്. അപ്പോൾ അവർ ഇറങ്ങുന്ന ട്രെൻഡ് ഇവർക്കിവിടെ വേണം. അപ്പോൾ ആ ട്രെൻഡിനൊക്കെ സാധനങ്ങൾ വെക്കും, കസ്റ്റമർ സ്പോട്ടിൽ തന്നെ എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ട്രെൻഡിനോടൊപ്പം പയ്യന്നൂരും യാത്ര ചെയ്യാൻ തുടങ്ങി. ട്രെൻഡിൻ്റെ അപ്പുറം ഞാൻ ഓടിപ്പോകും. അപ്പോൾ ട്രെൻഡ് പറയുള്ളത് പയ്യന്നൂർ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുക. ശരി, ഇപ്രാവശ്യത്തെ ഓണക്കാലഘട്ടം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 12ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നമുക്കൊരു സ്ഥാപനം തുടങ്ങാം. കാരണം പയ്യന്നൂർ ഒന്നുമല്ലാത്ത ഒരു പയ്യന്നൂരിൻ്റെ കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ് ഈ തേജസ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാലഘട്ടം ഓർമ്മയുണ്ട്. പിന്നീട് അത് ഗ്രാൻഡ് തേജസ് ആയിട്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നു. മുന്നേ എനിക്ക് ഓർമ്മയുണ്ട്, പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്.
കാരണം ഞാൻ അവിടെ ബോയ്സ് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു കാലം ഞാൻ പോയി അവിടെ അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ ശരിക്കും ഗ്രാൻഡ് തേജസ് ആയിട്ട് ഗ്രാൻഡായി, മൊത്തത്തിൽ ഗ്രാൻഡായി. ഇപ്രാവശ്യത്തെ ഓണത്തിന് വരുന്ന പുതിയ സെലക്ഷൻ എന്തൊക്കെയാണ്? ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഐറ്റം അതിനോടാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളത്? എല്ലാം ന്യൂ ട്രെൻഡ് ഐറ്റങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാരീസ് ആയാലും അതുപോലെ ചൂരിദാണെങ്കിൽ ഇപ്പോൾ പ്ലാസോ സെറ്റ്, അപ്പോൾ നല്ല റേഞ്ചാണ് കോട്ടണിൽ. നമ്മൾ സ്റ്റാർട്ടിങ് പ്ലാസോ സെറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് പാൻറ്റ് ഷാള് ബോട്ടം മൂന്നാണ്. 395 സ്റ്റാർട്ടിങ്, 390, 490, 595, 3000 റേഞ്ച് ഉണ്ട്. അത് എക്കണോമിക് ബിലോ 1000 നന്നായിട്ട് പോകുന്നുണ്ട്. മാവേലിൻ്റെ കോസ്റ്റ്യൂം മാറ്റണം എന്നൊരാഗ്രഹമുണ്ട്. ഇല്ല, ഇത് മതി, മാച്ചിങ് ഇത് മതി അല്ലേ? മാവേലി കോസ്റ്റ്യൂം മാറ്റി അല്ലാതെ ചിലവാക്കേണ്ടി വരും. ഒരുപാട് ചിലവാക്കണം. കാരണം മാവേലിൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാവേലി പാതാളത്തില്ലേ ഇപ്പോൾ? പാതാളത്ത് വന്നതാ മാവേലി. അപ്പോൾ സന്തോഷം. അപ്പം അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഒരു എന്താ പറയുക, പ്രജകൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു മാവേലി എന്നുള്ള കൺസെപ്റ്റ് കൂടുതലായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത ഒരാളാണ്. അപ്പോൾ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടുകയാണ്. വിജയകരമായിട്ടുള്ള 12 വർഷം അതൊരു വലിയൊരു സക്സസ്ഫുൾ ആണ്. പ്രത്യേകിച്ചും പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ വന്നു പോയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. വിജയിച്ച 12 വർഷങ്ങളാണ് ഗ്രാൻഡ് തേജസിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും വർഷമായിട്ട് ഞങ്ങളോടൊപ്പം കണ്ണൂർ വിഷൻ ചാനലായിട്ട് നിങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതോടൊപ്പം ഒരു കുടുംബം പോലെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഒരു സ്നേഹോപഹാരമാണ്. പ്ലീസ് രണ്ടുപേരും കണ്ണൂർ വിഷൻ ചാനൽ ഒന്ന് ടച്ച് ചെയ്തോളൂ. ഇത് കണ്ണൂർ വിഷൻ ചാനൽ ഞങ്ങളുടെ സ്നേഹോപഹാരമാണ്. അപ്പോൾ 12, 22, 32, 42, 102, 202 അങ്ങനെ പോട്ടെ അല്ലേ? അങ്ങനെ പോട്ടെ, വിജയകരമായിട്ട് പോകുമല്ലോ. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും ഉദയം നിറഞ്ഞ എല്ലാവർക്കും ഗ്രാൻഡ് തേജസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.